എഗ്രി വിത്ത് യുവർ നെഗറ്റീവ് തോട്ട്സ്. നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റീവ് തോട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവാതെ എഗ്രി ചെയ്യുക, ഫിക്സ് ചെയ്യാൻ പോകണ്ട. ഞാൻ എൻ്റെ ലൈഫിൽ കുറച്ച് വർഷങ്ങൾ വന്നിട്ട് ഞാൻ ഇനിയും സ്ട്രോങ്ങർ ആവണം, ഞാൻ ഇനിയും പോസിറ്റീവ് ആവണം, ഡിസിപ്ലിൻഡ് ആവണം എന്നൊക്കെ കരുതി വേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും വർക്കായതുമില്ല, എന്നാൽ അത് ഉള്ളതിനെ വേഴ്സ് ആക്കുകയും ചെയ്തു. പിന്നെ ഒരു ദിവസം എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ എന്തൊക്കെ ചെയ്താലും എനിക്കുള്ളിൽ തന്നെ ഒരു വോയിസ് ഉണ്ട്, ഞാൻ ഇനഫ് അല്ല എന്ന് എന്നോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വോയിസ്. പക്ഷെ ഞാനതിനെ ചലഞ്ച് ചെയ്യാനോ ഫിക്സ് ചെയ്യാനോ ഒന്നും പോയില്ല. പകരം ഞാൻ അതിനൊരു പേര് കൊടുത്തു. അപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച്, ഒരു ഷിഫ്റ്റ് എനിക്ക് അനുഭവപ്പെട്ടു. നിങ്ങൾ എപ്പോൾ ഒരു തോട്ടിനെ പേര് ചൊല്ലി വിളിക്കുന്നുവോ ആ ഒരു മൊമെൻറ്റ് നിങ്ങളും ആ ഒരു തോട്ടും വേറിടുകയാണ്. അതായത് നിങ്ങൾ ആ ഒരു തോട്ടിനെ നോട്ടീസ് ചെയ്യുന്ന ഒരു ഒബ്സർവർ ആയിട്ട് മാറുകയാണ്. പക്ഷേ നിങ്ങൾ ആ ഒരു പേരിട്ട് വിളിക്കുന്നതിന് മുമ്പേ നിങ്ങളും ആ ഒരു തോട്ടം ഒന്നാണ്. അപ്പോൾ ആ ഒരു ചെറിയ ഗ്യാപ്പ്, നിങ്ങളും നിങ്ങളുടെ തോട്ട്സിനും ഇടയിലുള്ള ആ ഒരു ചെറിയ ഗ്യാപ്പിലാണ് എല്ലാ ചേഞ്ചസും നടക്കുന്നത്. ഇതിന് സയൻസിലൊരു പേരുണ്ട്, കോഗ്നിറ്റീവ് ഡിഫ്യൂഷൻ ഫ്രം ACT തെറാപ്പി. ഞാൻ പക്ഷേ ഇത് കണ്ടുപിടിക്കുമ്പോൾ ഇതിന് ഇങ്ങനെ ഒരു പേരുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വാലിറ്റീൻ്റെ പവർ എന്ന് പറയുന്നത്. പലതും സയൻസ് കണ്ടുപിടിക്കുന്നത് കുറച്ച് വൈകിട്ടാണ്. സയൻസ് എന്ന് പറയുന്നത് എപ്പോഴും എവിഡൻസ് ബേസ്ഡും എക്സ്പെരിമെൻറ്റ് ബേസ്ഡ് ഒക്കെയാണ്. പക്ഷേ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ട്രസ്റ്റ് ബേസ്ഡ് ആണ്. നമ്മളുടെ ഉള്ളിൽ തന്നെ ആ ഒരു ഇന്റേണൽ വിസ്ഡം ഉണ്ട്. സോ നെക്സ്റ്റ് 30 days നിങ്ങൾ ഈ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുക. പിന്നീട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സിൽ മുങ്ങിപ്പോവില്ല. ഞാൻ ഇനഫ് അല്ല എന്നുള്ള ആ ഒരു വോയിസ് നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ എഗ്രി വിത്ത് ഇറ്റ്, ഡോണ്ട് ട്രൈ ടു ഫിക്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്.